കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ദുരിത ജീവിതം അവസാനിക്കുന്നില്ല. പ്രതിസന്ധികൾ പലത് അതിജീവിച്ച് രണ്ടാം കൃഷിക്കായി തയ്യാറെടുക്കുന്ന കർഷകർ വിത്ത് ലഭിക്കാതെ വന്നതോടെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ഉപ്പുവെള്ളവും മില്ലുകാരുടെ പ്രതികാര സമാനമായ ഇടപെടലുകളും മൂലം ദുരിതത്തിലായ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ഏക പ്രതീക്ഷയാണ് പുതിയ പ്രതിസന്ധി മൂലം അവസാനിക്കുന്നത്. രണ്ടാം കൃഷിക്കുള്ള നെൽവിത്തുകൾ ലഭിക്കുന്നില്ല എന്നതാണ് കർഷകരെ വലയ്ക്കുന്ന പുതിയ പ്രതിസന്ധി. പ്രതികൂല കാലാവസ്ഥയെപ്പോലും വെല്ലുവിളിച്ച് കളകിളിർപ്പിച്ച് വിതയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ് ചമ്പക്കുളം, കൈനഗരി, നെടുമുടി പഞ്ചായത്തുകളിലെ പല പാടശേഖരങ്ങളും. എന്നാൽ വിതയ്ക്കാനുള്ള വിത്ത് മാത്രം കർഷകർക്ക് കിട്ടുന്നില്ല. കൃഷി ഓഫീസിൽ ഉൾപ്പെടെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെ പിന്നിട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കർഷകർ പറയുന്നു. ഇന്ന് തരാം, നാളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാസങ്ങളായി ഞങ്ങളെ ഇട്ടിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം പല പാടശേഖരങ്ങളും കളകിളിപ്പിച്ച് വിതയ്ക്കാൻ പാകമായിട്ട് പറ്റിക്കാതിട്ടിരിക്കുക. വിത്ത് കിട്ടാത്തതിൻ്റെ താമസത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇരുമനം പാടശേഖരമൊക്കെ എപ്പോഴും വിത്ത് കിട്ടിയാലും അടുത്ത ദിവസം വിതയ്ക്കാം. അപ്പോൾ കൃഷി ഇപ്പോഴും താമസിച്ച് പോകും. ഇനിയിപ്പോൾ താമസിച്ച് പോകുന്നതനുസരിച്ച് പുഞ്ചകൃഷി നടക്കാതെ വരും. ഇപ്പം ഡിസംബർ 10 മുന്നേ പുഞ്ചകൃഷി വിതയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ വിത്ത് ഇനി താമസിച്ച് ഞങ്ങൾക്ക് 15-ാം തീയതി കൂടി വിത്ത് കിട്ടി വിതച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കാനായിട്ടിരിക്കുകയാണ്. ആഭരണങ്ങൾ പണയം വെച്ചും വായ്പ എടുത്തുമായിരുന്നു പലരുടെയും ആദ്യ കൃഷി. എന്നാൽ അമിത അളവിലെത്തിയ ഉപ്പുവെള്ളം പലരുടെയും കൃഷി തകർത്തു. ഉപ്പുവെള്ളത്തെ പ്രതിരോധിച്ച് കൊയ്ത്തു കഴിഞ്ഞ നെല്ല് പല പാടശേഖരങ്ങളിലും ദിവസങ്ങളോളം കെട്ടിക്കിടന്നു. മില്ലുകാർക്ക് കിഴിവ് കൂടുതൽ വേണമെന്നതായിരുന്നു സംഭരണം വൈകാൻ കാരണം. എന്നാൽ മില്ലുകാർ ആവശ്യപ്പെട്ട കിഴിവ് നൽകാൻ ഒടുക്കം കർഷകർ തയ്യാറായിട്ടും നെല്ലെടുക്കാതെ മില്ലുകാർ കൈയൊഴിഞ്ഞു. പിന്നീട് സർക്കാർ ഇടപെടലിൽ സംഭരണം നടന്നെങ്കിലും നഷ്ടം മാത്രമായിരുന്നു കർഷകർക്ക് മിച്ചം. ഞങ്ങൾ സമരം ചെയ്യുന്നത് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കും. ഇത് വിത്ത് കിട്ടിയില്ല ഞങ്ങൾ എങ്ങനെ എടുക്കാനാണ്? വിത്ത് കിട്ടി നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ നെല്ലെടുക്കത്തില്ല. നെല്ലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിലയില്ല. ഇതെന്താ അവസ്ഥയായത്? ഇതിപ്പോൾ ഈ ഓരോ വർഷം ചെല്ലും തോറും ഇത്തരത്തിലുള്ള പ്രവണത, ഇതിൻ്റെ രൂക്ഷത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൃഷിക്കരെ അങ്ങ് ചവിട്ടി താഴ്ക്കുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിയിൽ കർഷകൻ എങ്ങനെ ജീവിക്കും? ബാക്കി ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ ഉന്നതരും മാത്രം ജീവിച്ചാൽ മതിയോ? ഇവിടെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ഞങ്ങൾ കുടുംബം പുലർത്തണ്ടേ? ഇതിനെല്ലാം പിന്നാലെയാണ് രണ്ടാം കൃഷിക്ക് തയ്യാറെടുക്കുന്ന കർഷകന് മേലുള്ള അടുത്ത പ്രഹരം. വിത്ത് അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ കൃഷി മുടങ്ങും. ഇതോടെ പട്ടിണിയിലാകുന്നത് കുട്ടനാട്ടിലെ നിരവധി കർഷക കുടുംബങ്ങളാണ്. കർഷകരുടെ കണ്ണീർ കാണാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഏക ഉപജീവന മാർഗമായ കൃഷി തന്നെ ഉപേക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കുട്ടനാട്ടിലെ പ്രതീക്ഷയറ്റ നെൽകർഷകർ. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.